വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഷോർട്ട് സമ്മറി പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ നമ്മുടെ ലെവൽസ് ഇതൊക്കെയായിരുന്നു. നമ്മുടെ റെസിസ്റ്റൻസ് ഇതായിരുന്നു. ഈ സോൺ, റോഡ് സോൺ, ഹാഫ് കിടക്കുന്ന റോഡ് സോൺ. അവിടുന്ന് ഏകദേശം ഡൗൺ സൈഡ് വെച്ചായിരുന്നു നമ്മുടെ ലെവലിൽ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് അപ്സൈഡ് പോയത്. ഞാനിവിടെ ട്രേഡ് പ്ലാൻ ചെയ്തത് എനിക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് ഈ ഒരു ഏരിയ, അതായത് 49,800 ഒരു അപ്സൈഡ് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയില്ല. ഞാൻ ട്രേഡ് ലിമിറ്റോടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്ടിവേറ്റ് ആയില്ല. കാരണം കഴിഞ്ഞ ദിവസം ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടാണ് അവിടുന്ന് ഒരു അപ്സൈഡ് പുഷ് കിട്ടിയത്. ഷാർപ്പ് അപ്സൈഡ് പുഷ് ആയതുകൊണ്ട് വീണ്ടും അവിടെ എത്തുമ്പോൾ പുഷ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മുടെ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഡൗൺ സൈഡ് പോയി. സൈഡിൽ നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് സപ്പോർട്ടിൽ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിന്റെ ഹാഫിലെത്തി എൻഡ് ചെയ്തു. കുറച്ച് ട്രേഡ് വെച്ചതിന് ശേഷം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് നമ്മുടെ ലെവൽസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രേഡ്സ് കൃത്യമായിട്ട് സ്പോട്ട് നമ്മുടെ ഫേവറബിൾ ആയിട്ട് ബിഹേവ് ചെയ്തെങ്കിൽ പോലും പ്രീമിയത്തിൽ നമുക്ക് അത്ര ഫേവറബിൾ ആയിട്ടല്ല. കാരണം ചെറിയ ചെറിയ ക്യാൻഡിലുകൾ പോലും വലിയ പ്രീമിയത്തിൽ സ്പൈക്കുകൾ ഉണ്ടാവുകയും അങ്ങനെ വന്ന് ആ സ്പൈക്കുകൾ കാരണം എസ് എൽ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇന്നലെ. അപ്പം ഇന്നലത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രീമിയത്തിന്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു. ഓക്കെ, ഇത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത പ്രീമിയത്തിന്റെ ഒരു ചാർട്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു. 150 10 പോയിന്റ് എസ് എൽ വെച്ചാൽ എസ് എൽ അടിച്ചു. രണ്ടാമതൊരു ട്രേഡ് പ്ലാൻ ചെയ്തു. അതും 1:1 കാണിച്ചു. ലാസ്റ്റ് സെൽ ബുക്ക് ചെയ്ത് മറന്ന ഒരു ബാർക്കോളം പറഞ്ഞത് അതും വീണ്ടും തിരിച്ചു വന്ന് കോസ്റ്റ് അടിച്ചു. മൂന്നാമത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തു. സെയിം സ്ട്രൈക്കിൽ 3 തവണ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മുടെ വ്യൂ സെയിം ആയിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഓരോ സിംഗിൾ ക്യാൻഡിൽസിന്റെ വലിപ്പം നോക്കി. ഒരു 10, 25, 15 പോയിന്റ് ഒക്കെയുള്ള സിംഗിൾ ക്യാൻഡിൽസ് വന്നിട്ട് നമ്മുടെ എസ് എൽ അടിച്ചിട്ട് പോയി. എസ് എൽ അടിച്ചില്ല. ഇതാണെങ്കിൽ പോലും നമ്മൾ 1:1 എത്തിയതിനു ശേഷം ഹാഫ് ബുക്ക് ചെയ്ത് മാറിയിട്ട് കോസ്റ്റ് ഇട്ട് വന്നു. കോസ്റ്റ് സെൽ ആണ് അടിച്ചത്. അതായത് ന്യൂട്രൽ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ളത്. പിന്നെ ഇവിടെ ആരെങ്കിലും ബുക്ക് ചെയ്ത് മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിന്റെ എസ് എൽ മാത്രമേ ഇന്നലെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ ട്രേഡിലെ. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഇന്നത്തെ ഒരു ട്രേഡ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റി എക്സ്പയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഒരു ട്രേഡിന്റെ പ്ലാൻ ആയിരുന്നു. ഇത് 65 പ്രീമിയം എടുക്കാൻ, 65 എൻട്രി, 55 എസ് എൽ. ഇത് ആക്റ്റീവ് ആയില്ല. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയും ലോയും ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ കൂടുതൽ എടുത്തു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെയിം സിനാരി തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആയിരുന്നു. റെസിസ്റ്റൻസിന്റെ താഴെ ഒരു വലിയൊരു ക്യാൻഡിൽ, ഏകദേശം ഒരു 200-300 പോയിന്റ് ഒരു ക്യാൻഡിലായിരുന്നു. എന്നിട്ട് തിരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര നാളായിട്ട് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ്, സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഒരു സ്ട്രെങ്ത് റിട്രേസ്മെന്റ് കിട്ടേണ്ട സമയം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ടും ഒരു സ്ട്രെങ്ത് പുൾ ബാക്ക്, അതായത് ഒരു റിട്രേസ്മെന്റ് അപ്സൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തത്. ഇതായിരുന്നു വ്യൂ. പക്ഷേ ട്രേഡ് പ്ലാൻ ചെയ്തത് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റി ഇതായിരുന്നു എന്റെ വ്യൂ. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം ലെവലിലേക്ക് പോകാം. ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതായിരുന്നു എക്സ്പെക്ടേഷൻ. പിന്നെ നമ്മൾ പ്രീമിയത്തിൽ നമ്മൾ 65-ലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ എൻട്രി അവിടെ ആക്റ്റീവ് ആകാത്തതുകൊണ്ട് വീണ്ടും പി കെ അടിച്ച് മാർക്കറ്റ് താഴേക്ക് വരുന്നത് കുറച്ചും കൂടെ ലോവർ പ്രൈസിൽ എൻട്രി കിട്ടുമെന്ന് വെച്ചിട്ട് 50-ലേക്ക് മാറ്റി. എൻട്രി പ്രൈസ് 50-ലും എൻട്രി നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഇവിടുന്ന് ഒരു ഷാർപ്പ് മൂവ് ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇവിടെയും അത്യാവശ്യം ഷാർപ്പ് ബ്രേക്ക്ഔട്ട് കിട്ടിയെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് അല്ല. കാരണം ഈ ഫസ്റ്റ് ക്യാൻഡലിന്റെ അകത്ത് ഒരു സൈഡ് വൈസ് ആവാനാണ് കൂടുതലും സാധ്യത. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, വീണ്ടും മാർക്കറ്റ് പുഷ് ചെയ്ത് 50-ന് മേളിൽ സസ്റ്റെയിൻ ചെയ്തില്ല. 50 ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് താഴെ വന്നു. പക്ഷേ 50 മണ്ടയ്ക്ക് ക്ലോസിംഗ് പോലും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ എൻട്രി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഡൗൺ സൈഡ് ഏകദേശം 35 റേഞ്ചിൽ എൻട്രി പ്ലാൻ ചെയ്തു. എൻട്രി എടുത്തതിന് ശേഷമാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പം ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടാണ് എൻട്രി എടുക്കുന്നത്. കാരണം ഇപ്പോൾ അപ്സൈഡ് 38-ലാണ് നിൽക്കുന്നത്. തിരിച്ച് വന്ന് 35-ൽ ടാപ്പ് ആയാൽ മാത്രമേ ഞാൻ ടെലിഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എൻട്രി ആക്റ്റീവ് ആകത്തുള്ളൂ. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിരുന്നു, 35-ൽ ഇവിടെ എൻട്രി എടുത്തിരുന്നു. അപ്പം തിരിച്ച് വന്ന് ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡ് പോകും. ഓക്കെ, ഇതുവരെ നമ്മുടെ എൻട്രി ആക്റ്റീവ്, ടെലിഗ്രാമിൽ കൊടുത്ത എൻട്രി ആക്ടിവേറ്റ് ആയില്ല. കാരണം 35-ൽ ടച്ച് ആയാലും ടെലിഗ്രാമിൽ പറഞ്ഞ എൻട്രി ആക്റ്റീവ് ആകത്തുള്ളൂ. ഞാൻ നേരത്തെ പ്ലേസ് ചെയ്തെങ്കിലും ടെലിഗ്രാമിൽ എൻട്രി ആക്റ്റീവ് ആയത് ഏകദേശം ഇപ്പോഴാണ് 9:40-നാണ് ടെലിഗ്രാമിൽ എൻട്രി ആക്റ്റീവ് ആയത്. 35 റേഞ്ചിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് 50 ആയിരുന്നു. എന്നാലും 1:1 എന്ന് പറയുമ്പോൾ 40 ആകുമ്പോൾ 1:1 കിട്ടും. നമ്മുടെ റിസ്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 പോയിന്റ് ആകുമ്പോഴത്തേക്കും 1:1 പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അത് ചെറിയ റിസ്ക് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും അത് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും. സ്റ്റിൽ റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോൾ 1:1 തന്നെയാണ് 40 റേഞ്ച്. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. നമ്മൾ എൻട്രി ബ്രേക്ക്ഔട്ടിന് മുമ്പേ എടുക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, നമുക്ക് ഒന്നെങ്കിൽ എൻട്രി ഏറ്റവും ബോട്ടത്തിൽ നിന്ന് വേണം, അല്ലെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം ഷാർപ്പായിട്ട് മൂവ് ചെയ്യണം. ഈ ഒരു 2 സിനാരിയിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. കൂടുതൽ പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യാനും ഇങ്ങനെയുള്ള എൻട്രി എടുത്താലേ പോയിന്റ്സ് കൂടുതൽ ക്യാപ്ചർ ചെയ്യും. അത് എൻ്റെ ഒരു സ്റ്റൈലിലാണ്.
എൻ്റെ ട്രേഡ്സ് മൊത്തം അഗ്രസീവ് എൻട്രി ആണ്. അപ്പം ഞാൻ അധികം കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. പലതവണ ചാർട്ട് കണ്ട് റീഡ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഈ ഒരു സ്ഥലത്ത് ബ്രേക്ക് ഔട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്രേക്ക് ഔട്ടിന് മുമ്പേ എൻട്രി പ്ലാൻ ചെയ്തു. പ്രീമിയത്തിൽ എൻട്രി എടുത്തെങ്കിൽ പോലും സ്പോട്ടിൽ എൻട്രി ആക്റ്റീവ് ആകുന്നത് ഇതിന് വേണ്ടയ്ക്ക് വന്നതിന് ശേഷമാണ്. ഒന്ന് ബാക്കി വീഡിയോ നോക്കാം. ഓക്കെ, പ്രീമിയത്തിൽ ഏകദേശം ആക്റ്റീവ് ആയി 5.1:1 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് ഡൗൺ സൈഡ് വന്നത്. ഓക്കെ, സ്പോട്ടിലും എൻട്രി ആക്റ്റീവ് ആയി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസിന് വേണ്ടിക്ക്. 1:1 ബുക്ക് ചെയ്ത് മാറിക്കോളം പറഞ്ഞിരുന്നു. കാരണം ആ സിനാരിയോ കണ്ടിട്ട് അത്ര ഷാർപ്പ് പുഷ് കിട്ടുന്ന പോലെ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 1:1 ബുക്ക് ചെയ്ത് മാറിക്കോളം പറഞ്ഞത്. നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മെയിൻ ലക്ഷ്യം സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലോസ് ലിമിറ്റ് ചെയ്യുക. 1:1 മേലെ സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ 1:1 ബുക്ക് ചെയ്ത് മാറാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. 1:1 നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, തിരിച്ച് ഡൗൺ സൈഡ് പോയി 1:1 എടുത്തിട്ട് ഇതിപ്പോൾ SL അടിച്ചാൽ പോലും നിങ്ങൾ ന്യൂട്രലിലാണ്. കാരണം ഹാഫ് ബുക്ക് ചെയ്ത് മാറിക്കോളാണ് പറഞ്ഞത്. പകുതി ക്വാണ്ടിറ്റി 1:1 പകുതി ക്വാണ്ടിറ്റി SL അടിച്ചാൽ പോലും നിങ്ങളൊരു ന്യൂട്രലിലായിരിക്കും. ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കും ഇപ്പം നിന്നിട്ടുണ്ടാവുക. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, ചെറിയ പുഷ് മേളിലേക്ക് പോകുന്നു. പക്ഷേ ഇത് സ്ട്രോങ് പുഷ് അല്ല, അതായത് ഇത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. പുഷ് കാണുമ്പോൾ അറിയാം സസ്റ്റെയിൻ ചെയ്യാനുള്ള പുഷ് അല്ല. കാരണം 2 സെല്ലിംഗ് ക്യാൻഡിൽസ് മതി ആ ഒരു 3-4-5 ബൈങ് ക്യാൻഡിൽസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് മീൻസ് അവിടെ സെല്ലേഴ്സ് ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. വീണ്ടും നമ്മുടെ എൻട്രി പ്രൈസിന് മുകളിലാണ് സ്പോട്ട് പ്രീമിയം നിൽക്കുന്നത്. ചെറിയൊരു ട്രെൻഡ് ലൈൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചെറിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി. ആ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു അപ്സൈഡ് പുഷ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡബിൾ പാറ്റേൺ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ഡബിൾ പാറ്റേൺ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഡബിൾ പാറ്റേൺ നെക്സ്റ്റ് ടൈം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം സ്പൈക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിൽ കോൺഫിഡന്റ് ആയിട്ടിരുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ക്യാൻഡിൽസ് ഉണ്ടോ ഡോജി ക്യാൻഡിൽസ് ആണ്. ഓക്കെ, വീണ്ടും 1:1 എത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞിരുന്നത് SL എടുത്ത് കോസ്റ്റിൽ വെച്ചോളം പറഞ്ഞത്. കാരണം കണ്ടിട്ട് ഒരു വശപ്പശയൊക്കെ മണക്കുന്നുണ്ട്. SL കോസ്റ്റിൽ വെച്ചോളം പറഞ്ഞിരുന്നു. SL കോസ്റ്റിൽ വെച്ചോളം പറഞ്ഞു. കോസ്റ്റിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും അപ്സൈഡ് പോയത്. കോസ്റ്റിൽ അടിച്ചു 1:1 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടെലിഗ്രാമിൽ നമ്മുടെ ട്രേഡ് എടുത്തവർ വീണ്ടും അപ്സൈഡ് പോയി 1:1 ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. സസ്റ്റെയിൻ ചെയ്യുന്നില്ല, പ്രീമിയം സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഒരു അപ്സൈഡ് പോയെങ്കിൽ പോലും അതേ ക്യാൻഡിൽ തന്നെ റിവേഴ്സ് ആകും. ഇവിടെയും കണ്ടത് നമ്മുടെ എക്സാക്ട് ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നിട്ട് താഴെ വന്ന് ടാപ്പ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ ക്യാൻഡിൽ. ഓക്കെ, 1:2 1:3 55 വരെ പോയി, 1:4 വരെ പോയി. ഉണ്ടോ, പക്ഷെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. കണ്ടോ, ക്യാൻഡിൽ അപ്പോഴേ റിവേഴ്സ് ആവാണ്. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്ത് മാറാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. നമ്മൾ ഇവിടെ ബുക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇങ്ങനെയുള്ള ക്യാൻഡിൽസാണ് നമുക്ക് ബുക്ക് ചെയ്ത് മാറാം. ഓക്കെ, ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 15 ഇയർ ബുക്ക് ചെയ്ത് മാറാമായിരുന്നു. പക്ഷെ നമ്മുടെ കോസ്റ്റിൽ ഓൾറെഡി SL അടിച്ചു. ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചാനലിലുള്ള ആരും ലോസ് വരുത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് 1:1 ശേഷം കോസ്റ്റിൽ ഇട്ടോളം പറഞ്ഞത്. സ്റ്റിൽ ഇവിടെ കോൺഫിഡൻസ് ഇല്ല. പക്ഷെ എനിക്ക് ഇത് എന്റെ പോക്കറ്റ് സൈസസ് അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബ്രേക്ക് ഔട്ടിന് ശേഷം അപ്സൈഡ് പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ഹെൽത്തി ഫുൾ ബാക്ക് അല്ല. ഹെൽത്തി ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ അപ്സൈഡ് പോകുന്നത്. നല്ല ഹെൽത്തി ഫുൾ ബാക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഹൈ ചാൻസ് ഫോർ എ ട്രാപ്പ്. ഒരു ട്രാപ്പിന് ചാൻസ് ഉണ്ടെന്നാണ്. കാരണം നമ്മൾ ആ ക്യാൻഡിൽസിന്റെ ബിഹേവിയർ ഇതിപ്പോൾ നിങ്ങൾ ഒരിടത്ത് പോയി കോഴ്സ് എടുത്തെന്ന് പറഞ്ഞാലോ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞാലൊന്നും ഇത് കിട്ടത്തില്ല. സ്റ്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാവുന്നതാണ്. പലതവണ ക്യാൻഡിൽസിനെ കണ്ട് അത് റീഡ് ചെയ്ത് പല സിറ്റുവേഷൻസിൽ നമ്മൾ മാർക്കറ്റിനെ കണ്ടതിന് ശേഷം നമുക്കൊരു മനസ്സിലാവും എന്താ പറയാ അടുത്തത് എങ്ങനെയാണ് ക്യാൻഡിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. അപ്പം മനസ്സിലാവുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പൊസിഷൻ സേഫ് ആക്കി നോക്കും. ഞാൻ എൻ്റെ SL എടുത്ത് കോസ്റ്റിൽ വെക്കും. കാരണം റൈഡ് ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്. റൈഡ് ആവുന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്യട്ടെ. പക്ഷേ ഇങ്ങനെ സിറ്റുവേഷൻ വരാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ഞാനത് എൻ്റെ പ്രീമിയത്തിൽ എൻ്റെ പൊസിഷൻ ഞാൻ സേഫ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും ട്രേഡിൽ ഇരിക്കുന്നുണ്ടാവുക. ഇവിടുന്ന് ഇവിടെ ഒരു പുഷ്, കാരണം ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ചെറിയ ടൈം ഫ്രെയിമിൽ എല്ലാ ട്രേഡേഴ്സ് എൻട്രി എടുത്തിട്ടുണ്ടായിരിക്കും. ചെറിയ ടൈം ഫ്രെയിമിൽ സ്കാൽപ്പേഴ്സ് അല്ല, അവരെയൊക്കെ ഒന്ന് ഷേക്ക് ഔട്ട് ചെയ്തിട്ട് അവരുടെയൊക്കെ SL ഒന്ന് എടുപ്പിച്ചതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ട്രെൻഡിന്റെ കൂടെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഒരു ട്രാപ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. സി എന്ന് പറഞ്ഞിട്ട് കണ്ടോ, എക്സാക്ട് നമ്മൾ പറഞ്ഞ ശേഷം ഉണ്ടോ ട്രാപ്പ് ക്യാൻഡിൽ ഒന്നുണ്ടോ. ഇവിടെ എൻട്രി എടുത്തവരുടെയൊക്കെ SL പോയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത്. ഓക്കെ, ഈ ഒരു ട്രാപ്പിന് ശേഷം നല്ലൊരു അപ്സൈഡ് പുഷും കിട്ടും.
ഓക്കെ, ഞാനിവിടെ കോസ്റ്റിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് സെല്ലിൽ ഇതിൽ കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഒരു 50-55 വരെയൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ട്രാപ്പ്, ഈ ഒരു ലോ ലെവലിലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അപ്പ് സൈഡ് പോയതിനു ശേഷം ഈ ഹൈയേയും കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ തിരിച്ച് ഡൗൺ സൈഡ് പോയി ട്രെൻഡിന്റെ കൂടെ പോകണം, ലാർജർ ടൈം ഫ്രെയിമിൽ ട്രെൻഡിന്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അതാണ് എന്റെ വ്യൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാപ്പ് ക്യാൻഡലിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെയിം സ്ട്രൈക്കിൽ ഞാൻ വീണ്ടും എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിന്റെ വീഡിയോ കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ആ വീഡിയോ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തത്. കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട്. അതാണെങ്കിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് പറഞ്ഞതാണ്. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇതാണ് ഇത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്തായിരുന്നു. അതാ പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്തു. വീണ്ടും സെയിം എൻട്രി പ്രൈസിൽ പ്രീമിയം എത്തിയപ്പോഴത്തേക്കും നമ്മൾ എൻട്രി എടുത്തിരുന്നു. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു, അവിടെ ഒരു ഷേക്ക് ഔട്ടിന് ശേഷം അപ്സൈഡ് പോയി ഒരു നല്ല ഷേക്ക് ഔട്ടിന് ശേഷം നോക്കിയാൽ കാണാം, ഒരു SL100ന് ശേഷം അടുത്ത ക്യാൻഡിൽസ് നമുക്ക് സെയിം ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ പ്രീമിയത്തിൽ നല്ല ഹൈക്ക് ഉണ്ടാവും. ഓക്കെ, ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഈ ട്രേഡിൽ വീണ്ടും കയറിയത്. നമുക്ക് നോക്കാം, കണ്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് കുറെ നേരം ട്രാപ്പ് ആക്കിയതിനു ശേഷം, ഒരു ട്രാപ്പ് തന്നതിന് ശേഷമാണ് മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിൽ പോയത്. ഓക്കെ, 50, 51, 50, 51. ഫൈനൽ ടാർഗറ്റ് 65 ആയിരുന്നു. 65 എത്തി സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 65 എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഫൈനൽ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, 65 ബുക്ക് ചെയ്ത് മാറാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്യാൻഡിലുണ്ടോ ക്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. വീഡിയോ കഴിഞ്ഞു, ആ വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് എന്ത് പറഞ്ഞത് ഓർമ്മയില്ല. 65 ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് തോന്നുന്നു പറഞ്ഞത്. 65 ബുക്ക് ചെയ്യാൻ പറ്റില്ല, 58 ആ റേഞ്ചിൽ ബുക്ക് ചെയ്ത് മാറി. ആ 65 മേലെ സസ്റ്റെയിൻ ചെയ്തില്ല. കറക്റ്റ് എക്സാക്ട് ആ പ്രീമിയം 65 വരെ ഹൈ ഉണ്ടാക്കിയുള്ളായിരുന്നു. അതിനുശേഷം അതിന് മേലേക്ക് പോയില്ല. വീണ്ടും വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ഇവിടെ ട്രാപ്പ് ഉണ്ടാക്കിയ ശേഷം അപ്സൈഡ് പോകുമ്പോൾ പ്രീമിയം നല്ലതായിട്ട് പുഷ് ആവും. ആ പ്രീമിയമാണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. പിന്നെ വീണ്ടും ഈ ഹൈയിൽ പോയിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം ഓവറോൾ ട്രെൻഡിനൊപ്പം ഡൗൺ സൈഡ് പോകും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിനു ശേഷം കൺസോളേറ്റ് ചെയ്ത് തീരുമെന്നായിരുന്നു നമ്മുടെ ഒരു വ്യൂ. ഓക്കെ, ഈ ക്യാൻഡിലിന് ശേഷം എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് എൻട്രി എടുത്തവരാർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല. കാരണം അതിനുശേഷം സൈഡ് വൈസ് ആയിരുന്നു. വീണ്ടും അവർ അപ്സൈഡ് ട്രാപ്പ് കണ്ടു. വീണ്ടും അപ്സൈഡ് ട്രാപ്പിന് ശേഷം ഡൗൺ സൈഡ് ട്രാപ്പ് വന്നു. ഇതൊക്കെ പ്രീമിയത്തിൽ ഇവിടേക്ക് എൻട്രി എടുക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് എടുത്തില്ല. ആകെ മൊമെന്റം ഉണ്ടായിരുന്നത് ഒന്ന് ഈ മൊമെന്റം, പിന്നെ ഈ ഒരു മൊമെന്റം, പിന്നെ ഈ ഡൗൺ സൈഡ് മൊമെന്റം. ഈ മൊമെന്റത്തിൽ എവിടെയെങ്കിലും എക്സാക്ട് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു റേഞ്ചിന്റെ ഇടയ്ക്ക് എൻട്രി എടുത്തത് എല്ലാവർക്കും ജസ്റ്റ് തീറ്റടിക്കാൻ മാത്രമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സ്കാൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ, ചെറിയ മൊമെന്റ് പറഞ്ഞ സ്കാൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ നല്ല പോയിന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു 23,500 എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ലെവലും കൂടെയാണ്. അവിടെ എത്തിയതിനു ശേഷം ഒരു ടാപ്പ് എൻട്രി കിട്ടി അപ്സൈഡ് പോകുന്നു വിചാരിച്ചു. പക്ഷേ ടാപ്പ് എൻട്രി കിട്ടില്ല. പക്ഷേ ഏകദേശം അതിന്റെ ഒരു റേഞ്ചിൽ എത്തിയതിനു ശേഷം അപ്സൈഡ് പോയിരുന്നു. ഇവിടെ ഒരു എറർ ഉണ്ട്, നമ്മളെ സ്ട്രാറ്റജി പ്രകാരം ഒരു എറർ ഉണ്ട്, ചെറിയ എറർ. ഈ എറർ താഴെയും ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഏകദേശം ആ ഒരു എററിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇത് പ്രീമിയത്തിൽ ഏകദേശം ലാസ്റ്റ് ടൈമിൽ എനിക്കൊരു വ്യൂ ഉണ്ടായിരുന്നു അപ്സൈഡ് പോകും, ചെറിയ ടൈം ഫ്രെയിം 0-0 പോലെ. പക്ഷേ അത് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സമയം അത്ര ആയതിനു ശേഷം ഇന്നത്തെ ഓവറോൾ ഒരു ബിഹേവിയറും നോക്കിയിട്ട് ഇന്ന് 0-0 പോയില്ല. പക്ഷേ ഞാൻ നോക്കി വെച്ച പ്രീമിയം ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മളതിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു. അത് നോക്കട്ടെ, കാണിച്ചു. ഓക്കെ, ഇതായിരുന്നു അത്. സമയം കഴിഞ്ഞുകൊണ്ട് നമ്മളിതിൽ അധികം കോൺസെൻട്രേഷൻ ഒന്നും കൊടുത്തില്ല. ഏകദേശം ഇപ്പൊ തന്നെ 3:10 റേഞ്ച് ആയിരുന്നു. പക്ഷേ വ്യൂ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം നമ്മുടെ രാവിലെ കണ്ട റേഞ്ച്, അതായത് 1 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടാക്കിയ റേഞ്ചിനകത്ത് ഒരുപാട് നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു. ഏകദേശം 10:46 ഫസ്റ്റ് രാവിലെ ഉണ്ടാക്കിയ ഫസ്റ്റ് ക്യാൻഡിലിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് 10:46, ഏകദേശം 1.5 മണിക്കൂറിന്. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു പുൾ ബാക്ക്, കാരണം കുറച്ച് നാളായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുക. December 24 തൊട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹെൽത്തി റിട്രേസ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 51,200 വരെയൊക്കെ ഒന്ന് റിട്രേസ്മെന്റ് ചെയ്ത് ഇതിന് ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലിയർ അപ്സൈഡ് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓവറോൾ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ട്രെൻഡിന്റെ ഹാഫെങ്കിലും ബ്രേക്ക്ഔട്ട് ചെയ്തതിനു ശേഷം സസ്റ്റൈൻ ചെയ്യണം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചെറിയ സ്കാൽപ്പ് ഒക്കെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. അതൊക്കെ നമ്മുടെ ലെവൽസ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പ്ലാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു പൊസിഷണൽ ട്രേഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഏകദേശം ഈ ഒരു സോണിന്റെ ഒക്കെ മേൽ സസ്റ്റൈൻ ചെയ്താൽ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നാളത്തെ ലെവൽസും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോകാം. ഒരു ലെവൽ നമ്മൾ ഇന്നത്തെ ക്ലോസിംഗ് ആണ്. നാളത്തേക്കുള്ള ഒരു ലെവൽ നമ്മുടെ ഇന്നത്തെ ക്ലോസിംഗ് ആണ്. സൈഡ് ഓവറോൾ 168.
ഏകദേശം ഒന്നാമത്തെ ലെവൽസ് വരുന്നത് 375 റേഞ്ചിലേക്ക്. 175 ഇവിടെ ലെവൽ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഒരു ലെവൽ മാർക്ക് ചെയ്തതിനു ശേഷം പിന്നെ ബാക്കി ലെവൽസ് എല്ലാം സെയിം ആണ്. ആദ്യത്തെ ഒരു ലെവൽ മാത്രം നമ്മൾ കാൽക്കുലേഷൻ ബേസ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി സെയിം ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ മാർക്ക് ചെയ്യുന്നത്. സെയിം ലെവൽ ഡൗൺ സൈഡ് കറക്റ്റ് വരയ്ക്കണം. ലെവൽസ് കൃത്യമായി എടുത്ത് വരയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇട്ട് വരയ്ക്കരുത്. ഡൗൺ സൈഡ് ഫസ്റ്റ് ലെവൽ 49, 176 താഴേക്ക് വരച്ച് മാറ്റി. ഓക്കെ, ഇതായിരിക്കും നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന ലെവൽസ്. മാഗ്നറ്റിയിൽ ഈ റെസിസ്റ്റൻസ് ഒക്കെ വാലിഡ് ആണ് കേട്ടോ. റെസിസ്റ്റൻസ് ഒന്നും കളയണ്ട, വാലിഡ് ആണ്. ഇന്നത്തെ ചെറിയ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് കൂടെ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. അതായത് ഈ ഒരു ട്രെൻഡ് റെഡ് ആൻഡ് ഗ്രീനിന്റെ കോമ്പിനേഷൻ ഗോൾഡൻ സോൺ മാർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹാഫ് ആണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് ചെയ്തത്. എനിക്ക് വലിയ സോൺ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് മാർക്ക് ചെയ്തത്. ഇവിടെ ബ്രേക്കൗട്ട് കിട്ടിയാലും ഞാൻ ഇതിന്റെ ഡബിൾ കൂടെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്തുള്ളൂ. ഓക്കെ, നിഫ്റ്റിയിൽ ഇന്നത്തെ ലെവൽസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെവൽ ഇന്നത്തെ ക്ലോസ് ചെയ്യാം. റോൾ 186, 96, 25. ഏകദേശം 174 പോയിന്റ്, 175, 178 പോയിന്റ് ഓക്കെ. 178. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ലെവൽ. സെക്കൻഡറി ലെവൽ ഇതിന്റെ ഹാഫ്, അതിന്റെ ഹാഫ് വരയ്ക്കുക. കറക്റ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് സൂം ചെയ്തിട്ട് എക്സാക്ട് സെയിം നോക്കി വരയ്ക്കണം. അങ്ങോട്ടും മാറിപ്പോകരുത്. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് വരയ്ക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് സൂം ചെയ്തതിനു ശേഷം വരയ്ക്കുക. സെക്കൻഡ് ലെവൽ, സെക്കൻഡ് പ്രൈമറി ലെവലിലെ സെക്കൻഡറി ലെവൽ ഡൗൺ സൈഡ്. ഓക്കെ, ഇനി ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മുടെ നാളത്തെ ലെവൽസ്. പിന്നെ ഈ ഒരു ചെറിയ ട്രെൻഡിന്റെ ഹാഫ് കൂടെ നോക്കാം. ഈ ഒരു ട്രെൻഡിന്റെ ഫിബും കൂടെ നോക്കിയതിനു ശേഷം അതും കൂടെ നമുക്ക് ചാനൽ മാറിയത്. ഓക്കെ, ഇതാണ് നാളത്തേക്ക് നമ്മൾ നോക്കാൻ പോകുന്ന ലെവൽസ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.